പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈവേയുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കി ഞാൻ ആദ്യം നമുക്കിപ്പോൾ യോഗം കുറിക്കാൻ പറ്റില്ല, പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു. അതുകൊണ്ട് കളക്ടറെ കൊണ്ട് ജനപ്രതിനിധികൾക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല, എനിക്കും പറ്റില്ല, പഞ്ചായത്ത് ആർക്കും പറ്റില്ല. അപ്പോൾ കളക്ടർ തന്നെ ഹൈവേയുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളെയും വൈദ്യുതി ബോർഡിൻ്റെയും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെയും റവന്യൂ വകുപ്പിൻ്റെ എല്ലാവരുടെയും യോഗം വിളിച്ചു കൂട്ടി കുറേ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട കുറേ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്തൊരു സ്ഥലം പറവൂരാണ്. അപ്പോൾ പെട്ടെന്ന് മഴയുടെ വെള്ളം കൂടിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് പറവൂര് പെരുമ്പടന്ന ഭാഗത്ത് ഹൈവേയുടെ പണി നടക്കുന്ന ഭാഗത്താണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് അവിടെ നാളിലെ മാറ്റി പാർപ്പിക്കേണ്ടി വരും. കണ്ണംകുളങ്ങര LP സ്കൂളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങോട്ട് അത്യാവശ്യമുള്ളവരെ മാറ്റും. അതുപോലെ വടക്കേക്കര പഞ്ചായത്തിലെ മറപ്ലാതുരത്തിലും ചിറ്റാറ്റൂര പഞ്ചായത്തിലെ ആളംതുരത്തിലും അതുപോലത്തെ പ്രശ്നമുണ്ട്. ചിറ്റാറ്റൂര പഞ്ചായത്തിലെ ചെറിയ പലംതുരത്തിലേക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പിലെ വിദ്യാഭ്യാസം അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നെല്ലാമാണ് പ്രശ്നമുള്ളത് അവിടെ ചെന്ന് പരമാവധി പരിഹരിക്കാൻ നോക്കുക. പക്ഷെ പല സ്ഥലത്തും വെള്ളം പോകണമെങ്കിൽ JCB ഉപയോഗിച്ച് അത് കട്ട് ചെയ്ത് നേരത്തെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് മാറ്റിയാലേ പറ്റുള്ളൂ. കനത്ത മഴ പെയ്യുന്നതുകൊണ്ട് JCB ഇറക്കാനും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വലിയ ഭയപ്പെടുത്തേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ രാത്രി മുഴുവൻ മഴ നിന്ന് പെയ്താൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യങ്ങളാണ് ഉള്ളത്. കുറേ കൂടി അവരോട് മഴ മാറിക്കഴിഞ്ഞാൽ, കാരണം ഇനി വലിയ മഴ വരാൻ പോകുന്നതല്ല, മൺസൂൺ വരാൻ പോകുന്നതല്ല. അതുകൊണ്ട് ഹൈവേ അതോറിറ്റീസിനോട് നേരത്തെ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയതാണ് പഞ്ചായത്തും അവരെല്ലാവരുമായിട്ട്. പക്ഷെ അവരതിനോട് ഒരു ഫലപ്രദമായ രീതിയിലല്ല പ്രതികരിക്കുന്നത്. അതുകൊണ്ട് 10 ദിവസം മുമ്പ് ഇത് മനസ്സിലാക്കി ഞാൻ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും കത്ത് കൊടുത്ത് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കളക്ടറായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ സജീവമായി ഈ വിഷയം നമ്മൾ അവതരിപ്പിച്ച അന്നു മുതൽ വളരെ സജീവമായി ഇക്കാര്യത്തിൽ ഇന്നും അദ്ദേഹം അവരെല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പരമാവധി നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമം നടത്തും. ഉറപ്പായിട്ടും ഞാൻ അത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞതാണ്. ഈ 1 മാസം മുമ്പ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് 26-ാം തീയതിക്ക് മുമ്പ് ഈ അപകടം, കാരണം ഈ പനി കണ്ടാൽ നമുക്കറിയാലോ, നമുക്ക് പറവൂരിലെ ഭൂപ്രകൃതിയും സാഹചര്യവും തോടുകളും കനാലുകളും അതെല്ലാം അടച്ച് കരിങ്കുകളൊക്കെ അടച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഒരു മഴ പെയ്താൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതല്ല. അതുകൊണ്ട് ഈ ഏപ്രിൽ 26-ാം തീയതി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവരിതെല്ലാം അറിയിച്ചു. പഞ്ചായത്ത് അധികൃതരും നാഷണൽ ഹൈവേ അധികൃതരും തമ്മിൽ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് നടത്തി. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും കളക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടത്തി. പൂർണ്ണമായി അവർ ചെയ്തിട്ടില്ല, കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി അവർക്ക് ഇങ്ങനെ മഴ വരുന്ന അനുസരിച്ച് ചെയ്യാനുള്ള പരിചയ സമ്പത്തില്ല. അവരുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു അശാസ്ത്രീയത വളരെയാണ്. അവർ ഈ മഴയില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പണ്ടുള്ള ശീലം കൊണ്ടാണ് നമുക്ക് അവരെ കൊണ്ട് തന്നെ നിർബന്ധിപ്പിച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. ആളുകൾ വെള്ളത്തിലാവില്ല. ഇപ്പോൾ പറവൂരിൽ നിരവധി കടകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും എല്ലാ കാലത്തും നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. വരാതിരിക്കാൻ കൂടുതൽ വെള്ളം കയറാതിരിക്കാനുള്ള നടപടിയാണ്. ഇപ്പം തന്നെ ഈ നമ്മൾ നിൽക്കുന്ന ജംഗ്ഷനിൽ തന്നെ നിറച്ച് വെള്ളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് കുറേ നേരം നിന്ന് കടലിൽ കൂടി വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം ഇനി പെയ്യുന്ന മഴയെ കൂടി ആശ്രയിച്ചിരിക്കും. ചില തോടുകളിലൊന്നും പുഴയിലൊന്നും അത്രയും വലിയ വെള്ളം ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. കൂടുതൽ മഴ നാളെയും കൂടി, ഇന്ന് രാത്രിയും നാളെയും കൂടി മഴ പെയ്യുന്ന ഒരു അപകടകരമായ അന്തരീക്ഷം ഉണ്ടാവും.